കർണാടകത്തിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്, കർണാടകത്തിലെ സർക്കാരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന വലിയ കൗതുകം നിലനിൽക്കുകയാണ്. കർണാടകയിലെ അധികാര കൈമാറ്റ തർക്കത്തിനിടയിൽ അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ ചർച്ച നടത്തി. 2023 തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന പോലെ ഇനിയും ഒന്നിച്ചു നിൽക്കണമെന്നും യാതൊരു തരത്തിലുള്ള ഭിന്നതയും ഇല്ല എന്നതുമാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ജനങ്ങളുടെ വിശ്വാസം കാക്കുമെന്നും ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്നും DK ശിവകുമാറും പ്രതികരിച്ചു. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ പ്രതികരണങ്ങൾ വന്നു, അതിന് പിന്നാലെ എന്തൊക്കെ രാഷ്ട്രീയ വർത്തമാനങ്ങളാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്, ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ളത്? ഏതായാലും കർണാടക കോൺഗ്രസിലെ തർക്കം തീന്മേശയിൽ ഇരുന്ന് പരിഹരിച്ചു എന്നാണ് നേതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല, എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. 2028 വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ BBMP തെരഞ്ഞെടുപ്പ്, ബംഗളൂരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക, കൂടുതൽ നേട്ടമുണ്ടാക്കുക, ഇത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം. അതുപോലെ ഈ അധികാര തർക്കം എന്നുള്ള കാര്യം ഇല്ല എന്ന് ഇരു നേതാക്കളും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്ത് വിഷയത്തിലും മുഖ്യമന്ത്രി പദത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല, DK മുഖ്യമന്ത്രിയാകില്ല, 2.5 വർഷം എന്നൊന്ന് വാക്കുപാലിക്കലാണ് രാഷ്ട്രീയ നേതാക്കളുടെ ഏറ്റവും പരമമായ കർത്തവ്യമെന്ന് പറഞ്ഞുകൊണ്ട് പലകുറി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ 2.5 വർഷം എന്നത് വിട്ടോ, DK മുഖ്യമന്ത്രിയാകാനില്ലേ? തർക്കം തീരുകയാണോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. അതായത് ഇരു നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, എന്ത് വിഷയത്തിലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നോ, നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കും. പാർട്ടിയെ കൃത്യമായി അധികാരത്തിലെത്തിക്കുക, കൂടുതൽ ശക്തമാക്കുക, കർണാടകയിലെ ജനങ്ങൾ എന്ത് വിശ്വാസം ഞങ്ങളിൽ അർപ്പിച്ചുവോ ആ വിശ്വാസം കാക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇരു നേതാക്കളും വ്യക്തമാക്കുന്നത്. ഏതായാലും KC വേണുഗോപാലിന്റെ ഇടപെടലോട് കൂടിയാണ് താൽക്കാലികമായെങ്കിലും ഒരു മഞ്ഞുരുക്കൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാൽ ഇരു നേതാക്കളെയും ഇന്നലെ ഫോണിൽ വിളിച്ച ശേഷം നിങ്ങൾ ഒന്നിച്ചിരിക്കണം, വിഷയങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. ഏതായാലും മുൻപ് ഇരു നേതാക്കളും ഈ അധികാര തർക്കം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ എന്ത് ഒരു ഡീലാണ് ഉണ്ടായിരിക്കുന്നത്, എന്ത് ഫോർമുലയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഏതായാലും 2027 വരെയെങ്കിലും തനിക്ക് അധികാരത്തിൽ തുടരണമെന്നുള്ള ആഗ്രഹം സിദ്ധരാമയ്യക്കുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ഒരു ധനമന്ത്രി എന്നുള്ള പദവിയിലേക്ക് തനിക്ക് എത്തണം എന്നുള്ളൊരു ആവശ്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ് വളരെ പ്രധാനം. ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനത്തിന്റെ ഭാഗമായാണ്, KCയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു ചർച്ചയും ഒരുമിച്ചിരുന്ന വാർത്താ സമ്മേളനവും ബംഗളൂരുവിൽ നടന്നത് എന്നതും വളരെ പ്രധാനമാണ്. KB ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.